കള്ള് കുടിക്കാൻ വന്ന കള്ള് ഷാപ്പ്. നമുക്ക് നല്ല ഇപ്പൊ കിട്ടും. ഭയങ്കര നാടൻ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇവിടെ കള്ള് കുടിക്കാൻ വന്നിരിക്കും. ഇവിടെ ഫുൾ തിരക്കാണ്. നമ്മൾ ചുറ്റും ഓല കൊണ്ട് മറച്ച ഒരു കള്ള് ഷാപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ സീറ്റിലിരിക്കാൻ പോകുന്നു. നമ്മുടെ ഗ്ലാസ് എല്ലാം ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മള് കാന്താരി കള്ള് പറഞ്ഞു, നോർമൽ കള്ള് പറഞ്ഞു, മുന്തിരി കള്ള് പറഞ്ഞു, കപ്പ പറഞ്ഞു, ബീഫ് പറഞ്ഞു, പോർക്ക് പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ കാണാവുന്നതായിരിക്കും. നിങ്ങൾ എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വരുമ്പോൾ കാണാം. ഹലോ ഗൈസ്, നമ്മുടെ കള്ള് വന്നിരിക്കുകയാണ്. ഇത് കാന്താരിയാണ്, ഇതാണ് മുന്തിരി കള്ള്. ഇതാണ് കാന്താരി കുടിച്ചതിന്റെ സൈഡ് എഫക്ട്. ഇത് മുന്തിരിക്കള്ളാണ്. ചോണ്ടമോ നോക്കി. കള്ള് കുടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ കള്ള് ഏകദേശം തീരാറായി. പക്ഷെ ഇപ്പോഴാണ് നമ്മുടെ കപ്പയും ബീഫും കപ്പ, മീൻകറി, ബീഫ്. ഇതാണ് പോർക്ക്. ഒന്ന് പോർക്ക് തരുമോ? പോർക്ക് ടേസ്റ്റ് ഉണ്ടോ? കാന്താരി ഗൈസ്, ഒരാട്ടം ഉണ്ടാവും, അത് കുഴപ്പമില്ല, സഹിച്ചോ. ഇവിടെ കപ്പയും മീൻകറിയും ബീഫും പോർക്കും ആയിരുന്നു. എല്ലാരും അടിപൊളിയല്ലേ? കള്ള് എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം വളരെയധികം പെട്ടെന്നായിരുന്നു. കാരണം ഫുഡ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അറ്റാക്ക് എന്ന് മാത്രമേ അറിയുള്ളായിരുന്നു. അതുകൊണ്ട് ഫുഡ് വന്നിരിക്കണ ഫോട്ടോ എടുത്തിട്ടുള്ളതൊന്നും ഓർമ്മയില്ല. എന്തായാലും ശരി, ഒരു ഫുള്ളൊരു ആട്ടമാണ്. അപ്പൊ ശരി ഗൈസ്, അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കള്ള് കുടിച്ചു. അടിപൊളിയായിരുന്നു. നോർമൽ കള്ളാണ് ഇഷ്ടപ്പെട്ടത്. കാന്താരി കള്ളാണ് ഇഷ്ടപ്പെട്ടത്. അതെ, കുഴപ്പമില്ല, കുടിക്കാം. അത്ര അടുത്ത പ്രാവശ്യം നമ്മൾ വെട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ ഞങ്ങളിവിടെ വന്നത് കടുംതുരുത്തിയിലുള്ള കള്ള് ഷാപ്പിലാണ് ഞങ്ങൾ വന്നത്. ഷാപ്പിന്റെ പേര് പറയൂ. ഷെഫ് നാളം എന്നായിരുന്നു നമ്മൾ കുടിക്കാൻ വന്ന കള്ള് ഷാപ്പിന്റെ പേര്. അടിപൊളിയായിരുന്നു, തകർത്ത് കളഞ്ഞു. എല്ലാവർക്കും ഇഷ്ടായില്ലേ? അമ്മമാരെ നോക്കണ്ട, അവരാരും ഇതിൽ കൈ കടത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതെ, നിങ്ങൾ പിള്ളേരാണ് സ്കോർ ചെയ്ത് കളഞ്ഞത്. സോ ഇതേക്ക് കൂടെ അടുത്ത ആഴ്ച വരാം. ബൈ.